ഹലോ, ഇന്ന് ഞങ്ങളൊരു യാത്രയിലാന്നേ. ഞാനും ഇച്ചാനും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഞങ്ങൾ ഒത്തിരി ദൂരെ പോവാം. ഏകദേശം ഒരു 280 കിലോമീറ്ററൊക്കെ അപ്പുറം ഒറ്റയ്ക്ക് പോവാം ഞങ്ങൾ രണ്ടുപേരും. നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ കാണുകയല്ലേ എല്ലാവർക്കും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ യാത്രകൾ. അതുപോലൊരു യാത്രയാണ് കേട്ടോ എനിക്കിതും. കാരണം ഞാൻ ഇതിന് മുന്നേ ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും പോയിട്ടുള്ള ഒരു പരിചയമോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നത്, ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പേടിയും കാര്യങ്ങളും ഉണ്ട്. എന്താവും എങ്ങനെയാവും എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് യാത്ര തിരിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര ആയതുകൊണ്ട് കൊട്ടാരക്കരയിൽ നിന്നാണ് കേട്ടോ ഇറങ്ങിയത്. ഇപ്പോൾ ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് ഒരു 12 മണി ആയപ്പോഴത്തേക്ക് ഫുഡ് കഴിച്ചതാണ്. അതിന് ശേഷം ഒന്നും കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കഴിച്ചത് ഏകദേശം ഒരു 3:30-4 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന് കഴിക്കാമെന്നും പറഞ്ഞ് അവസാനം കടയൊന്നും കണ്ടില്ല. പിന്നെ ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് സ്ഥലമൊക്കെ ഒത്തു വന്നേ, അങ്ങനെ ഞങ്ങൾ കഴിക്കുന്നത്. ഇതിപ്പോൾ കൊടൈക്കനാലിലോട്ട് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ. ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ആ ഒരു സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് താഴേക്ക് നോക്കാനായിട്ട് നല്ല രസമാട്ടോ. എനിക്കത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ആഴം ഉണ്ടായിരുന്നു താഴത്തേക്ക്. നല്ല രസമായിരുന്നു കാണാനേ. കുറച്ച് നേരം കൂടി അവിടെയൊക്കെ നിന്ന് സ്ഥലമൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ. നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു വെള്ളച്ചാട്ടം കൂടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെയും ഞങ്ങൾ ഇറങ്ങി. അവിടെ ഇറങ്ങി ഞങ്ങൾ ആ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം അവിടുന്ന് ഒരു ചായയും കടിയും ഒക്കെ കഴിച്ചതിന് ശേഷം കേട്ടോ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നത്. കാരണം ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് കടകളൊക്കെ ഭയങ്കര കുറവായിരിക്കും. കുറച്ച് ഫോറസ്റ്റ് ഏരിയയ്ക്കുള്ളിലൂടെയാണ് കേട്ടോ നമ്മൾ പോകാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചായയൊക്കെ കഴിച്ചു. നമ്മളീ പോകുന്ന വഴിക്കൊക്കെ നല്ല നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു. നമുക്ക് സന്തോഷം കിട്ടുന്ന കണക്കുള്ള നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് നമ്മൾ അവസാനം നമ്മൾ കൊടൈക്കനാലിലെത്തി. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.